अरे बच्चे नमस्ते। पिछले कक्षा में क्या बताया? पिछले कक्षा में इसके बारे में टीवी की पटकथा के बारे में बताया। ले टीवी की पटकथा में कुल कितना सीन है? बोलिए कितना सीन है? 8 ले 8 सीन है। सभी सीनों बताया। पिछले ओनली कक्षा में ग्रह कार्य है ना? हाँ, किस ग्रह कार्य है? डायरी। किसका डायरी? गोबू का डायरी। गोबू का डायरी व्हाट्सएप से भेजते हैं ना? भेजते नहीं तो सभी छात्रों में अगले दिन भेजे। ओके, पन्ने संख्या 17 देखो। पटकथा के आधार पर तालिका की पूर्ति करें। पटकथा के आधार पर पटकथा के आधार पर तालिका की पूर्ति करें। तालिका का मतलब क्या था? तालिका കോളം അല്ലേ? കോളങ്ങൾ എന്ത് ചെയ്യുക? കോളങ്ങൾ പൂർത്തീകരിക്കാനാണ് പറയുന്നത്. किसके आधार पर? पटकथा के आधार पर तालिका पूर्ति करें. देखो पहला क्या था? पहला दृश्य, स्थान, समय, घटना, पात्र. पहला दृश्य ले पहला सीन में पहला दृश्य सीन शॉर्ट दृश्य एक समान है. दृश्य एक സ്ഥാന പ്ലേസ് ഇത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് അല്ലേ? എക്സാമ്പിൾ മനോഹർ ചാച്ചാക്കൊക്കെ ആ ഒരു രീതിയിൽ. സമയം ടൈം അല്ലേ? ഏതാണ് ടൈം എന്നുള്ളത് അല്ലേ? ടൈം സവേരെ 8 बजे, शाम 4 बजे, इसी प्रकार को समय लिखा है. फिर घटना इंसिडेंट संभव आ सिचुएशन എന്താണ് അത് നടക്കാനുള്ള സിറ്റുവേഷൻ അല്ലേ? ഗോപു चुनियार लालो टीवी देखने के लिए दूसरे गांव में गया है അല്ലേ? ആ ഒരു സിറ്റുവേഷൻ ആണ് ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാത്ര അതില് ക്യാരക്ടർ ആരാണ് കഥാപാത്രങ്ങൾ എന്നുള്ളത് അല്ലെ? അപ്പോൾ ഗോപു ചുന്നി ലല്ലു അല്ലെ? ഒരു സീനിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് മനോഹർ ചാച്ച ഗോപു ചുന്നി ലല്ലു അല്ലെ? ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഇതേപോലെ ബോക്സ് വരച്ചിട്ട് എന്ത് ചെയ്യുക? നോട്ടിൽ നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ അസൈൻമെന്റ് വർക്കായിട്ട് ഒരു വർക്ക് അതാണ്. ആ രീതിയിൽ നിങ്ങൾ ചെയ്യട്ടോ. नेक्स्ट देखो, पटकथा की मूल कथा पन्ना 24 में पढ़े. कहानी का घटनाओं को क्रम से लिखे. ഓക്കെ, പടക്കഥാക്കി മൂലകഥ ഈ കഥയുടെ എന്താണ് യഥാർത്ഥ കഥ അല്ലെ? ഒരു തിരക്കഥ ഏതിൽ നിന്നാണ് വരിക? സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താണ് സ്റ്റോറിയിൽ നിന്നാണ് അല്ലെ? സ്റ്റോറി അതിൻ്റെ ഒരു ഈ ടിവിയുടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പേജ് നമ്പർ 24 അല്ലെ? പേജ് നമ്പർ 24 ഇതിന്റെ പേര് ഒരു ടിവിയുടെ കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥ ജസ്റ്റ് ഒന്ന് വായിക്കാനാണ് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഈ വർക്ക് നിങ്ങളൊന്ന് ചെയ്യണമെന്നില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ മീനിങ്സുകളൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മീനിങ്സുകളൊക്കെ നോട്ടിലേക്ക് എഴുതുക. ഇതിന്റെ മീനിങ്സ് ഒക്കെ ഞാൻ PDF ആയിട്ടൊക്കെ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് കിട്ടാത്ത മീനിങ്സ് ഒക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക, മനസ്സിലാക്കുക, പഠിക്കുക. മീനിങ്സ് ഒന്നും അറിയാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് സെന്റൻസ് ഉണ്ടാക്കി എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനാണ്. അല്ലാതെ എന്താണ് എക്സാമിന് ഓരോ മീനിങ് എന്ത് ചെയ്യില്ല, ഇങ്ങനെ നിങ്ങളോട് ചോദിക്കൊന്നുമില്ല. ഓരോ മീനിങ്സ് ഒന്നും ചോദിക്കില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു, എക്സാമിന് നമുക്ക് ഓരോ സെന്റൻസുകൾ എഴുതണം എന്നുണ്ടെങ്കിൽ ഗോപു എന്താണ് മനോഹർ ചാച്ചാൻ്റെ വീട്ടിലേക്ക് പോയി അല്ലേ? അങ്ങനെയൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള വേർഡുകൾ നമുക്ക് കിട്ടണം, വേർഡ് മീനിങ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ TV എന്നുള്ള പടുക്കഥ അല്ലേ സമാപ്തുക അന്തുക അല്ലേ? അവസാനിച്ചു. ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ ഇനി അതിൽ? അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് देखो पेज नंबर 18 पक्षी और दीमक. प्रोक्ति कहानी ले कहानी का नाम पक्षी और दीमक. लेखक कौन है? लेखक मुक्तिबोध का पूरा नाम गजानन माधव मुक्तिबोध. पूरा नाम क्या बताओ? गजानन माधव मुक्तिबोध. पक्षी और दीमक. प्रोक्ति कहानी कथയാണ്. पक्षी का मतलब क्या था? पक्षी बर्ड चिड़िया. पक्षी का दूसरा शब्द है चिड़िया, पक्षी.
पक्षी और दीमक, दीमक का मतलब क्या था? दीमक, दीमक വൈറ്റ് ആൻഡ് അല്ലേ, നമ്മൾ ചിതൽ എന്ന് പറയില്ലേ, ചിതലിനാണ് ദീപക് എന്ന് പറയും. ആൻഡ് ഉറുമ്പിന് എന്ന് പറയുമോ ഹിന്ദിയിലെ? ബോലിയേ ഹാ, ചീണ്ടി, ചീണ്ടി, ചീണ്ടി ആൻഡ് ഉറുമ്പ്, ദീപക് വൈറ്റ് ആൻഡ്. ചിതലിനാണ് ഉദ്ദേശിക്കുന്നത്. ചിതലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചിതൽ എവിടെയാണ് കൂടുതൽ കാണാറുള്ളത്? തടികളിലൊക്കെ കാണാറുണ്ടല്ലേ? തടികളിലൊക്കെ എന്താണ് അത്? അവരുടെ ഭക്ഷണമായിട്ട് മണ്ണൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ അവരുടെ അതിൽ കൂട് വെക്കും. അതാണ് ചിതൽ. പക്ഷി और दीमक. देखो कौन है? गजानन माधव मुक्तिबोध. देखो एक अच्छा कहानी है, सुंदर कहानी है. देखो एक था पक्षी, वह नीला आसमान में खूब ऊंचाई पर उड़ता था. खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. सब बहुत ऊंचाई पर उड़ने वाले पक्षी थे. उनकी निगाहें भी बड़ी तेज थी. उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बड़े बोरे भरे हुए हैं. गाड़ी वाला चिल्ला चिल्ला कर कहता है, तो धीमे के लो, एक पंख दो. देखो एक था पक्षी, एक था पक्षी അല്ലേ, പക്ഷി ചിടിയ അല്ലേ, ഒരു ചിടിയ, ഒരു ബേഡ് ഉണ്ടായിരുന്നു അല്ലേ, ചിടിയ ഉണ്ടായിരുന്നു. वो नीला आसमान में खूब ऊंचाई पर उड़ता जा रहा था. और नीला आसमान में, आसमान का मतलब क्या था? आसमान स्काई ले, आसमान का दूसरा शब्द क्या था? गगन, वान, आकाश आदि आसमान है. नीला आसमान में ब्लू स्काई ले, नीला ആകാശത്ത് എന്ത് ചെയ്യുന്നു? खूब ऊंचाई पर उड़ता जा रहा था. खूब ऊंचाई पर ले, वेरी हाइट ले, ऊंचाई हाइट ले, हाइट ले, ऊंचाई पर उड़ता जा रहा था. उड़ना फ्लाई ले, പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, പറക്കുകയായിരുന്നു. कौन कौन? चिड़िया ले, चिड़िया ऊंचाई पर, आकाश के ऊंचाई पर उड़ता जा रहा था. कहाँ? नीला आसमान में, नीला आसमान में ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. उसके साथ, किसके साथ? किसके साथ बोलिए, किसके साथ? चिड़िया के साथ. चिड़िया का साथ कौन है? पिता और मित्र ले, चिड़िया के साथ उसका पिता और मित्र भी उड़ रहा है ले. तीनों नीला आसमान में उड़ रहा है. तीनों कौन कौन है बताइए? चिड़िया, फिर पिता, मित्र ले, सभी ने नीला आसमान में उड़ रहा है. അപ്പോൾ ഒരു പക്ഷി ഉണ്ടായിരുന്നു. എന്താണ് അത്? നീലാകാശത്ത് എന്ത് ചെയ്യുന്നു? ഊഞ്ചായി പറ, അത് ഭയങ്കര ഹൈറ്റിൽ നന്നായിട്ട് പറക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പക്ഷി ഏതാണ്? പരുന്ത് അല്ലേ, പരുന്തിനെ കാണാറുണ്ട് നല്ല ഹൈറ്റിൽ പറക്കുന്നത് അല്ലേ, അതുപോലെ പറക്കുകയായിരുന്നു അല്ലേ. ഉസ്കെ സാത്ത്, അതിനോട് കൂടെ എന്ത് ചെയ്യുന്നു? പിത ഫാദർ അല്ലെ, ഫാദറും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങനെ ഒന്നിച്ച് പറക്കുകയാണ് അല്ലേ. നമ്മൾ സന്ധ്യാസമയങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ, വട്ടം വിട്ട് കാണുന്ന ഇങ്ങനെ പ്രാവുകൾ, അതുപോലെ എന്താണ്, അതുപോലെ കൊക്കുകളൊക്കെ എന്താണ് നന്നായിട്ട് ഇങ്ങനെ പറക്കുന്നത് കാണാറുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ പറക്കുകയാണ്. सब बहुत ऊंचाई पर उड़ने वाले पक्षी थे. सब सब और ले, मुझे सब बहुत ऊंचाई पर ले, बहुत ऊंचाई पर, वेरी वेरी हाइट ले, ഭയങ്കര ഹൈറ്റിൽ എന്ത് ചെയ്യുന്നു? ഉടനെ വാല പക്ഷി അല്ലേ, ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷിയായിരുന്നു അല്ലേ. അപ്പൊ നമ്മളെ കാക്കയൊക്കെ എന്താണ് ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല, വളരെ കുറഞ്ഞല്ലേ, കമ്പുകളിലൂടെ ഈ കമ്പ് അങ്ങോട്ട് പാറി മറ്റോട് അങ്ങോട്ട് പാറി അങ്ങോട്ട് ഇങ്ങനെ പാറി പറന്നെടുക്കുന്ന കാക്ക അല്ലേ. മറിച്ച് എന്ത് ചെയ്യുന്നു? ചില പക്ഷികൾ നല്ല ഹൈറ്റിൽ മാത്രം പറക്കുന്ന പക്ഷികൾ ഉണ്ടാവും അല്ലേ. അതേപോലെ എന്ത് ചെയ്യുന്നു? ഇവരെന്തായിരുന്നു? ബൗത്ത് ഊഞ്ചായിപ്പർ ഉടനെ വാല പക്ഷി, ഭയങ്കര ഹൈറ്റിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേ ബി ബഡി തേജ്, ഉൻകി നിഗാഹേ ബി, നിഗാഹ് അവരുടെ ദൃഷ്ടി, നോട്ടം, നിഗാഹേ ബി അവരുടെ നോട്ടം എന്ത് ചെയ്യുന്നു? ബഡി തേജ്, ബഡി തേജ്, വളരെ തേജ്, സ്പീഡ് നല്ല മൂർച്ചയുള്ളതായിരുന്നല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പരുന്തുകൾ മുകളിൽ പറക്കുന്ന താഴെ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും? ഷൂട്ട് ചെയ്യുന്നതാണ്. വളരെ പെട്ടെന്ന് വന്നിട്ട് റാഞ്ചി എടുത്തുകൊണ്ട് പോകും അല്ലേ. അതുപോലെ എന്താണ് അതിൻ്റെ കണ്ണുകൾക്ക് എന്താണ് നല്ല മൂർച്ചയുള്ളതായിരുന്നു. തേജ് നല്ല മൂർച്ചയുള്ളത്, നല്ല ശക്തിയുള്ളതായിരുന്നു അതിൻ്റെ കണ്ണുകൾ. उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती. उन्हें അവരെന്ത് ചെയ്യുന്നു? दूर दूर की भनक
അല്ലെ ദൂർ ദൂർ കി ബനക്ക് വളരെ ദൂരം വരെയുള്ള എന്താണ് ബനക്ക് ബനക്ക് സ്മോൾ സൗണ്ട് അല്ലെ ദൂരെ വരെയുള്ള ചെറിയ സൗണ്ടുകളും അതുപോലെ തന്നെ ദൂർ കി അല്ലെ വളരെ ദൂരങ്ങളിലുള്ള എന്താണ് മഹക്ക് ബി മിൽജാത്തി മഹക്ക് സ്മെല്ല് മണം അല്ലെ അതിന് ദൂരെയുള്ള ശബ്ദവും അതുപോലെ ദൂരെയുള്ള ആ സ്മെല്ലും എന്ത് ചെയ്യുന്നു അതിനെന്ത് ചെയ്യും അറിയാൻ കഴിയും അല്ലെ. അപ്പൊ നമുക്കറിയില്ലേ നന്നായിട്ട് എന്താണ് ആ സ്മെല്ലടിച്ചെന്നാണ് നമ്മൾ കണ്ടെത്തുന്ന രീതി അല്ലെ. നായക്ക് എന്ത് ചെയ്യുന്നു മണം പിടിച്ചിട്ട് എന്ത് ചെയ്യും നായകൾ എന്ത് ചെയ്യും അല്ലെ. അതുപോലെ എന്ത് ചെയ്യുന്നു നല്ല സ്മെല്ലൊക്കെ ഇതായിട്ട് എന്ത് ചെയ്യുന്നു അറിയുന്ന പക്ഷിയായിരുന്നു कौन इस चिड़िया हमारा कहानी की चिड़िया महक ओके महक भी मिल जाती. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बोरे बने हुए हैं. गाड़ी वाला चिल्लाकर कहता है दीपक ले आओ एक पंख दो. ओके चित्र में देखो चित्र में क्या है बताइए. यस एक चिड़िया कहाँ बैठे हैं. चिड़िया पेड़ के डाली में बैठा है. फिर क्या है पेड़ के नीचे क्या है. नीचे एक सड़क से एक बैलगाड़ी जा रहा है. बैलगाड़ी में क्या था एक बोरे में क्या था. बोरे में क्या देखो चित्र में देखो क्या है. छोटी प्राणी क्या दीमगे ले बोरे में कई दीमगे हैं. देखो एक दिन वो नौजवान पक्षी ले एक दिन एक नौजवान पक्षी यंग ആയിട്ടുള്ള ആ ചിടിയ ബേർഡ് नौजवान यंग യുവാവായിട്ടുള്ള എന്നൊക്കെ അർത്ഥമാണ്. പക്ഷി जमीन पर चलती हुई जमीन का मतलब फ्लोर नीलम ले. जमीन पर चलती हुई बैलगाड़ी को देख लेता है. और कालावंडी देख लेते हैं. अवर कंडू उसमें बड़े बोरे भरे हुए हैं. उसमें कहा बैलगाड़ी में बड़े बोरे भरे हुए हैं. बड़े बोरे വലിയ എന്താണ് बोरे साक बोरे का मतलब साक चाक बोरे भरे हुए हैं. അതിലെന്തുണ്ട് വലിയൊരു ചാക്കിൽ ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. ചിത്രമേ देखो चित्र में एक बोरे में भरे हुए हैं अल्ले. ഒരു ചാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് നന്നായി നിറച്ചിട്ടുണ്ട് അല്ലെ. बोरे में भरे हुए हैं ചാക്കിൽ നിറച്ചിട്ടുണ്ട്. गाड़ी वाला चिल्लाकर कहता है. गाड़ी वाला चिल्लाना लाउडली ले उच्चത്തിൽ ले. गाड़ी वाला चिल्लाकर कहता है क्या कहता है दो धीमगे लो एक पंख दो. दो धीमगे लो രണ്ട് ചിതലുകളെ എടുത്തോളൂ. दो पंख दो एक पंख दो ले. एक पंख दो ഒരു ചിറക് തരൂ. ഇവിടെ പങ്കിന് ചിറക് എന്നുള്ള അർത്ഥമുണ്ട് തൂവല് എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ എന്താണ് ഒരു ചിറക് തരൂ എന്നല്ല ഇവിടെ ഒരു തൂവല് തരൂ എന്നാണ് അല്ലെ. പക്ഷിക്ക് എത്ര ചിറകുകളുണ്ട് രണ്ട് ചിറകുകളുള്ളൂ അല്ലെ. തൂവൽ എത്രയുണ്ട് നമുക്കറിയില്ല അല്ലെ. അനേകമുണ്ട് തൂവലുകൾ. അതാണ് ചോദിക്കുന്നത്. രണ്ട് ചിതലുകൾ എടുത്തിട്ട് എന്ത് ഒരു തൂവൽ തരൂ എന്ന് ആര് നിലവിളിക്കുന്നുണ്ട്. बैलगाड़ी चिल्लाकर कहते हैं दो धीमगे लो രണ്ട് ചിതലുകൾ എടുത്തോളൂ. ഏക്ക് പങ്ക് ദോ ഒരു ചിറക് തരൂ എന്ന് നിലവിളിച്ചുകൊണ്ട് പറയണം. സംശയം മനസ്സിലായില്ലേ. അപ്പൊ ആ ഗാഡിവാല എന്ത് ചെയ്യുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു വിൽപ്പന നടത്തുകയാണല്ലേ. ഒരു ചിറക് ഒരു തൂവലിന് എന്ത് ചെയ്യുന്നു രണ്ട് ചിതലുകളെ തരാമെന്ന് പക്ഷിയെ എന്താണ് പ്രലോഭിപ്പിക്കുകയാണ് അല്ലെ. പക്ഷിയോട് എന്താണ് പക്ഷിയെ സംബന്ധിച്ച് എന്താണ് പക്ഷിക്ക് എന്താണ് ഫുഡ് അല്ലെ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷികളെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടന്ന് എവിടെയെങ്കിലൊക്കെ ശേഖരിക്കുന്ന ഫുഡുകളാണ് അല്ലെ. അല്ലാതെ സ്ഥിരമായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ഫുഡ് തന്നെ കിട്ടുമെന്നില്ല. ഇവിടെ എന്താണ് ഒരു വ്യാപാരി അല്ലെ കച്ചവടക്കാരൻ പറയണത് രണ്ട് ചിതലുകൾ തരാ നിന്റെ തൂവലുകൾ ഒന്ന് തരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുകയാണ്. അത് പക്ഷി ഇങ്ങനെ കേട്ട് എവിടെ നിൽക്കുകയാണ് മരക്കൊമ്പിൽ നിൽക്കുകയാണ് അല്ലെ. ഓക്കെ നെക്സ്റ്റ് उस नौजवान पक्षी को दीपकों को शौक था. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. लेकिन दीपकों सिर्फ जमीन पर मिलती थी. कभी कभी पेड़ों पर जमीन से खाने पर चढ़कर ऊंची डाल तक वे अपने मडियाला लंबा घर बना लेते. लेकिन ऐसे कुछ ही पेड़ होते और वे सभी एक जगह न मिलते. उस नौजवान पक्षी को
उस नौजवान पक्षी को यंगाയിട്ടുള്ള ബേർഡ് चिड़िया पक्षी को दीमकों को शौक था, दीमकों को बहुत इच्छा था, शौक प्रिय इഷ്ടം അല്ലേ പസന്ത് അതിനെന്താണ് ചിതലുകളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇപ്പൊ നമ്മൾക്കും അറിയാം, നമ്മൾക്ക് ചില ഫുഡുകൾ അല്ലേ നമുക്ക് എന്താണ് ബിരിയാണി അല്ലേ, ബിരിയാണി ചിലപ്പോൾ നല്ല ഇഷ്ടമായിരിക്കും, അതേസമയം സാധാ റൈസ് അതിന് അത്ര ഒരു താല്പര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഫുഡുകളൊക്കെ എന്തായാലും അതിന് നല്ല താല്പര്യം ഉണ്ടാവും. അതുപോലെ പറയുന്നത് നൗജവാൻ പക്ഷിക്കോ ദീപകൊക്കെ ഷൗക്കത യങ്ങായിട്ടുള്ള പക്ഷിക്ക് എന്താണ് ദീപകൊക്കെ ഷൗക്കത, ദീപകൊക്കെ बहुत अधिक पसंद था. वैसे तो ऊंचे उड़ने वाले पक्षियों को, वैसे तो अप्रकार ऊंचे उड़ने वाला हाइट परखुना ऊंचे उड़ने वाले पंछियों का, पंछी का चिड़िया पक्षी का दूसरा शब्द है पंछी. वह 3 शब्द पढ़ा है ना, बर्ड, चिड़िया, पंछी, फिर क्या था पक्षी ले, तीनों का मतलब बर्ड. ओके. वैसे तो ऊंचे उड़ने वाले पक्षियों को, वैसे तो ऊंचे उड़ने वाले पक्षियों को, ऊंचाई में उड़ने वाले सभी पक्षियों को हवा में ही बहुत से कीड़े, हवा, हवा का मतलब क्या है ना, हवा बोलिए, हवा विंड. ओके, हवा विंड काट, हवा में उड़ने वाले पंछियों, हवा में ही बहुत से कीड़े तैरते हुए, हवा में കാറ്റുകളിൽ എന്ത് ചെയ്യുന്നു बहुत से कीड़े അല്ലെ, അനേക കീടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കീടെ തൈർത്തെ ഉയെ മിൽ ജാത്തെ, തൈർത്തെ ഉയെ തൈർന ഫ്ലൈ അല്ലെ പറക്കുക, തൈർത്തെ ഉയെ മിൽ ജാത്തെ അല്ലെ, അനേകം പക്ഷികൾ പറക്കുന്നതായിട്ട് കാണാറുണ്ട്. ജിനെ കാക്ക അവരെന്താണ് കാക്കർ കാന ഇത് അല്ലെ കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു വ്യാപനി ഭൂക്ക് തോടി പൗത്ത് ഷാത്ത് കറിലേത്തെ, അവരുടെ എന്താണ് ഭൂക്ക് ആന്ത്രി വിശപ്പ് അല്ലെ, ഭൂക്ക് അവരുടെ വിശപ്പ് എന്ത് ചെയ്യുന്നു തോടി പൗത്ത് ഷാത്ത് കറിലേത്ത അല്പം അവരെന്ത് ചെയ്യും ശമിപ്പിക്കും അല്ലേ. സാധാരണ പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ എന്തെയ്യുന്നു അവിടെ കാണുന്ന ചെറിയ ചെറിയ പ്രാണികൾ അല്ലേ, ചെറിയ പ്രാണികൾ, ഈയാപ്പാറ്റകൾ അതുപോലെ പാറ്റകളൊക്കെ എന്ത് ചെയ്യുന്നു അവറ്റ ഇങ്ങനെ പാറി നടന്ന് എന്തെയ്യുന്നു പിടിച്ചിങ്ങനെ ഇങ്ങനെ വീങ്ങുന്നത് നമ്മൾ കാണാം അല്ലേ. അതുപോലെ എന്ത് ചെയ്യുന്നു അങ്ങനെ നടന്നിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ വിശപ്പ് ശമിപ്പിക്കും അല്ലേ. അപ്പൊ നമ്മൾ അറിയാം അല്ലെ, ഓരോ ജീവജാലങ്ങളും ഓരോ പക്ഷികളും എന്താണ് അവറ്റങ്ങളുടെ കൂട്ടിൽ നിന്ന് പറന്ന് പോയിട്ട് അല്ലെ ദിവസം എന്താണ് നമ്മൾ വളർത്തുന്ന പക്ഷികളാണെങ്കിൽ അവർക്ക് നല്ല ഫുഡ് നമ്മളിങ്ങനെ കൊടുക്കും അല്ലെ. അതേസമയം എന്താണ് നമ്മളെ കാക്കകൾ അതുപോലെ മറ്റുള്ള പക്ഷികൾക്കൊക്കെ എന്താണ് നമ്മൾ ഫുഡുകൾ കൊടുക്കാറുണ്ട്. അവറ്റങ്ങൾ എന്താണ് നമ്മൾ വല്ല പക്ഷികൾക്ക് കൊടുക്കുന്ന ഫുഡുകളോ മറ്റുള്ളതൊക്കെ എന്താണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചത്തുനാറി ചീഞ്ഞതൊക്കെ എന്ത് ചെയ്യും അവർ കഴിക്കും അല്ലെ. ആ രീതിയിൽ അവരെ വിശപ്പടക്കും. ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നു ആകാശത്ത് ഇങ്ങനെ പറന്ന് ഉല്ലസിക്കുന്ന പക്ഷികൾ ഉയരങ്ങളിൽ എന്താണ് നീന്തി തുടിക്കുന്ന അല്ലെങ്കിൽ പറന്ന് കളിക്കുന്ന എന്ത് ചെയ്യുന്നു ചെറിയ പ്രാണികളെയും പക്ഷികളെയും ഒക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും ചെറുതായിട്ട് വിശപ്പടക്കും. സംശയം യെസ് ഓക്കെ. लेकिन दीमक सिर्फ जमीन पर मिलती थी, लेकिन बट दीमक ദീമകെ കയറ്റാൻ ചിതലുകൾ എന്ത് ചെയ്യുന്നു സിർഫ് ജമീൻ പർ മിൽത്തി थी, കേവലം എവിടെയാണ് കാണാൻ ജമീൻ പർ ഭൂമിയിലാണ് കേവലം കാണാറുള്ളത് ചിതലുകൾ അല്ലേ. നമ്മൾ ആരെങ്കിലും ആകാശത്ത് ചിതൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആകാശത്ത് ഇല്ല, ആകാശത്ത് പറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു ആ ചിതലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിലത്തെ ഭൂമിയിലെ ചിതലിനെ കാണാത്തവരാരെങ്കിലും ഉണ്ടോ? സാധ്യതയില്ല അല്ലെ. ചിതലുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളറിയില്ല എവിടെയെങ്കിലും കോഴികളൊക്കെ എന്താണ് ചിക്കി പെറുക്കി തിന്നണം കാണുമ്പോൾ പോയി നോക്കിയാൽ മതി കാണാത്തവരുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് ചെറിയ ചിതലുകളെ തിന്നുന്നത് കാണാം. സിർഫ് ജമീൻ പർ മിൽത്തി थी അല്ലെ, കേവലം എന്താണ് നിലത്താണ് എന്ത് ചെയ്യുന്നത് അവറ്റങ്ങളെ കാണുന്നത്. കബി പേടുപ്പ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു കബി പേടുപ്പ, ചിലപ്പോഴൊക്കെ എന്താണ് പേടുപ്പ മരങ്ങളിലും. ജമീൻ സെ തനെ പർ ചടുക്ക, പിന്നെ എന്താണ് ജമീൻ പർ തനെ പർ ചടുക്ക, ജമീൻ ഭൂമി നിലം, ജമീൻക്ക് തനേപ്പർ ചടുക്ക ഭൂമിയുടെ എന്താണ് ഭൂമിയിലെ തനേപ്പർ ചടുക്ക, ഭൂമിയിൽ നിന്ന് എന്താണ് അതിന്റെ തായ്തടിയിലൂടെ എന്ത് ചെയ്യുന്നു തനേപ്പർ ചടുക്ക കയറിയിട്ട്. ഇപ്പൊ മരങ്ങളൊക്കെ എന്തെങ്കിലും എന്താണ് അതിന്റെ റൂട്ടിലൂടെ എന്താണ് മുകളിലേക്ക് കയറിയിട്ട് അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. തനേപ്പർ ചടുക്ക ഊഞ്ചി ഡാൽത്തൊക്കെ ഊഞ്ചി ഡാൽത്തൊക്കെ ഉയർന്ന ശിഖരങ്ങൾ വരെ, കാല് ബ്രാഞ്ച് ശാഖകൾ അതിന്റെ ഉയർന്ന ശാഖകൾ വരെ. അപ്പനെ മടിയാല അവരെന്ത് ചെയ്യുന്നു അപ്പനെ മടിയാല ലംബ घर बना लेकर अपने मടിയാല का मतलब മടിയാല ചെടി നിറഞ്ഞ അല്ലെ മണ്ണ് നിറഞ്ഞതായിട്ടുള്ള എന്ത് ചെയ്യുന്നു ലംബ ഘർ ബനാ ലേത്തി ഹെ. ചിലവരെന്ത് ചെയ്യുന്നു ചെടി കൊണ്ട് മണ്ണ് കൊണ്ട് എന്ത് ചെയ്യുന്നു ലംബ ഘർ ബനാ ലേത്തി ഹെ. ലംബ ഘർ ബനാക്കർ ഒരു വലിയ വീടുകൾ ഉണ്ടാക്കുന്നു. ലംബ ഘർ അല്ലെ വലിയ വീടുകൾ എന്ത് ചെയ്യുന്നു ബനാ ലേത്തി അവരുണ്ടാക്കുന്നു. ലേക്കിൻ ऐसे कुछ ही पेड़ होते हैं, लेकिन പക്ഷി എന്താണ് ऐसे कुछ ही पेड़ लेते, കുറഞ്ഞ ചിതലുകൾ മാത്രമേ ഉള്ളൂ മരങ്ങളിൽ ഉണ്ടാകുന്നത്. ചില അത് എന്ത് ചെയ്യുന്നു ചിതൽ കുറ്റികൾ ഉണ്ടാക്കി മണ്ണ് കൊണ്ട് കുറ്റികൾ ഉണ്ടാക്കി അതിൽ താമസിക്കുന്നു. ചിലത് എന്ത് ചെയ്യുന്നു മണ്ണിൽ തന്നെ എന്താണ് ചെറിയ കൂടുകളൊക്കെ ഉണ്ടാക്കി താമസിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. और वे सभी एक जगह न मिलते,
അവർക്കല്ല ഏക്ക് ജഗയിനെ മിൽത്തെ അവർക്ക് പ്രത്യേകമായിട്ടൊരു പ്ലേസ് ഒന്നുമില്ല അല്ലെ. ചിതലുകൾ എന്താണ് നമ്മൾ പലയിടത്തും കാണാറുണ്ടാവില്ലേ. അപ്പൊ നമ്മളെ വീടുകളിലൊക്കെ എന്താണ് മറ്റപ്പുറങ്ങളിലൊക്കെ കാണാറുണ്ട് അല്ലെ. ചിലപ്പോൾ എന്താണ് നിലത്ത് അല്ലെ നമ്മൾ ഒരു മോർണിംഗിൽ എണീറ്റ് നോക്കുമ്പോൾ എന്താണ് മുറ്റങ്ങൾ എവിടെയെങ്കിലൊക്കെ എന്താണ് ഒരു വേസ്റ്റ് എന്തെങ്കിലും ചാക്ക അല്ലെങ്കിൽ മറ്റൊരു കിടന്ന് അതിൻ്റെ അടുത്ത് മണ്ണ് കൂട്ടിയിട്ട് അതിന് നിറയെ ചിതലുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ എന്തുണ്ടാവും, ചില ഉണങ്ങിയ മരങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കമ്പിൽ ഇങ്ങനെ അതിന്റെ തൊലിയിലൂടെ കയറിയിട്ട് അവിടെ കാണും അല്ലെ. അവറ്റൊക്കെ എന്താണ് പ്രത്യേകമായിട്ടൊരു പ്ലേസ് ഒന്നുമില്ല, എല്ലായിടങ്ങളിലും ചിതൽ കാണും. അതേസമയം പറന്ന് ഉയർന്ന ഊഞ്ചായി അല്ലെ ഉയരങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഒരിക്കലും പറന്ന് നടക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യില്ല, ചിതലുകളെ കാണാൻ പറ്റില്ല അല്ലെ. അതാണ് പറയുന്നത്, ചിതലുകളെ കാണാൻ പറ്റില്ല. മറിച്ച് എന്താണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നു നമുക്ക് ചിതലുകളെ കാണാൻ കഴിയുള്ളൂ അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है। वह अपनी ऊंचाई छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है। देखो नौजवान पक्षी को लगा, नौजवान पक्षी को यंगाയിട്ടുള്ള ആ ബേർഡിന് ചിടിയൊക്കെ എന്ത് ചെയ്തു, ലഗ തോന്നി എന്ത്, ये बहुत बड़ी सुविधा है कि ये बहुत बड़ी सुविधा है कि എന്താണ് बहुत बड़ी सुविधा, ഇത് വലിയ എന്താണ് സുവിധ, ഒരു സൗകര്യം അല്ലെ, വലിയൊരു സൗകര്യമാണെന്ന് തോന്നി. कि എന്നാൽ एक आदमी അല്ലെ, एक आदमी ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, दीमकों को बोरे में भरकर, दीमकों को ചിതലുകൾ എന്ത് ചെയ്യുന്നു, बोरों में भरकर, बोरों का मतलब बताइए, बोरो यस सेकंड ले बोरो, एक आदमी ने दीमकों को बोरों को भरकर ले ചിതലുകൾ എന്ത് ചെയ്യുന്നു, ബോര ഒരു സാക്കിൽ എന്ത് ചെയ്യുന്നു നിറച്ചിട്ട് എന്ത് ചെയ്യുന്നു, बेच रहा है, बेचना വിൽക്കുക അല്ലെ, ചിതലുകളെ നിറച്ചിട്ട് വിൽക്കുന്നതായിട്ട് അവർ കണ്ടു. वो अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता, वो അവൻ എന്ത് ചെയ്യുന്നു, अपनी ऊंचाई छोड़कर इस देखेगा, क्या देखेगा, एक आदमी दीमकों को बेचने को देखेगा, वो अपनी ऊंचाइयों छोड़कर, അത് തന്റെ ഹൈറ്റിൽ നിന്നാണ് ചോടുക്കർ ഉപേക്ഷിച്ചിട്ട് അല്ലെ. എപ്പോഴും ഹൈറ്റ് നടക്കുന്ന പക്ഷിയാണ്, അപ്പൊ അതെന്താണ് ഇനി ഉയരങ്ങളിലേക്കൊന്നും പോവണ്ട എന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഊഞ്ചായി ചോടുക്കർ അല്ലെ, അതിന്റെ ഉയരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, മണ്ടരാത്ത हुआ മണ്ടരാന ചുറ്റി കറങ്ങിയിട്ട് എന്ത് ചെയ്തു, नीचे उतरता है താഴോട്ട് വന്നു. और पेड़ की एक डाल पर, എന്നിട്ട് എന്ത് ചെയ്തു, एक पेड़ की एक डाल पर, അതെന്താ एक पेड़ की एक डाल पर അല്ലെ, മരത്തിന്റെ ഒരു ബ്രാഞ്ചിൽ ഒരു കൊമ്പിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ബൈറ്റ് ജാത്താ ഹെ, അത് വന്നിരുന്നു അല്ലെ. ഈ വണ്ടിക്കാരൻ്റെ അടുത്ത് ചിതൽ കണ്ടപ്പോൾ എന്ത് ചെയ്തു, അത് നല്ല ഹൈറ്റിൽ പറക്കുന്ന പക്ഷിയാണ്, ഹൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അത് നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് എന്തോ ഒരു മരക്കമ്പിലിരുന്നു. അതാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത് അല്ലെ, ഫസ്റ്റ് ചിത്രത്തിൽ കണ്ടത്. അതുപോലെ എന്ത് ചെയ്തു, അത് വന്നിരുന്നു. दोनों का सौदा तय हो जाता है। अपनी चोंचों से एक पर को खींचकर तोड़ने में उसे तकलीफें होती है, लेकिन उसे बर्दाश्त कर लेता है। मुंह में बड़े स्वाद के साथ दो दीमकों दबाकर वह पक्षी फुर्स से उड़ जाता है। ओके, दोनों का, दोनों कौन कौन है, दोनों पक्षी और गाड़ी वाला, पक्षी और गाड़ी वाला दोनों सौदा तय हो जाता है। सौदा का मतलब അവരുടെ വ്യാപാരം, കച്ചവടം അല്ലെ, സൗദ അവരുടെ വ്യാപാരം, ആ കച്ചവടം എന്ത് ചെയ്തു, അവര് ഉറപ്പിച്ചു. അപ്പനി ചോഞ്ചോംസെ, അപ്പനി ചോഞ്ചോ അതിന്റെ കൊക്ക്, ചുണ്ടുകൾ, ചോഞ്ചോംസെ അതിന്റെ ചുണ്ടുകൾ എന്ത് ചെയ്തു, ഏക്ക് പർക്കോ ഗീജിക്കർ, ഏക്ക് പർക്ക മത്തല് പർക്ക മത്തല് മുകളിൽ നിന്ന് ആക്കണ്ടേ, മേൽപ്പർ കിതാബ്, മേശയുടെ മുകളിൽ പുസ്തകം, പറ എന്നതിൽ മുകളിലും എന്തുണ്ട്, ഈ ഭാഗത്ത് എന്താണ് പറ എന്ന് പറഞ്ഞാൽ എന്താണ്, തൂവല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തൂവലിന്റെ വേറൊരു വീട് പറഞ്ഞു എന്തായിരുന്നു, പങ്ക് അല്ലെ. ആ തൂവൽ എന്ത് ചെയ്തു, ഏക്ക് പർക്കോ ഗീജിക്ക, ഒരു തൂവൽ വലിച്ചിട്ട് എന്ത് ചെയ്തു, തോടിനെ പൊട്ടിക്കുക, തോടിനേമേ ഉസെ തക്ലീഫ് ഹോത്തി ഹെ, അത് പറിച്ചെടുക്കാൻ എന്ത് ചെയ്തു, വളരെയധികം പ്രയാസപ്പെട്ടു അല്ലെ. ഇപ്പൊ നമ്മൾക്ക് എന്താണ് പക്ഷിയുടെ മേലെ പറിക്കാൻ വലിയ ബുദ്ധിമുട്ട്, അതേസമയം പക്ഷീനെ പറിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ വലിക്കേണ്ടി വരും, പെട്ടെന്ന് കിട്ടൂല. അത് ഭയങ്കര പ്രയാസപ്പെട്ട് വേദന സഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അത് പറിച്ചു, പ്രയാസപ്പെട്ടു. लेकिन उसे वह बर्दाश्त कर लेता है, लेकिन എന്നിരുന്നാലും ബർദസ് कर लेता है, ബർദത്തിന് സഹിക്കുക, അത് എല്ലാം സഹിക്കാൻ എന്ത് ചെയ്തു, कर लेता है, തീരുമാനിച്ചു, തയ്യാറായി. मुंह में बड़े स्वाद के साथ, मुंह में തന്റെ വായിൽ അല്ലെ, मुंह में बड़े स्वाद के साथ ഭയങ്കര ടേസ്റ്റോട് കൂടെ എന്ത് ചെയ്തു, दो दीमकों दबाकर രണ്ട് ചിതലുകളെ അമർത്തിയിട്ട് എന്ത് ചെയ്തു,
वो पक्षी फुर से उड़ जाता है അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഫുർ से उड़ जाता है അത് പെടഞ്ഞ് പറന്നുപോയി ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് പറന്നുപോയി ഓക്കെ സംശയന ഓക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം രണ്ടാളും എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗാഡിവാലയും പക്ഷിയും എന്ത് ചെയ്യുന്നു അവിടെ കച്ചവടം ഉറപ്പിച്ചു അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് തന്റെ ചുണ്ടുകളെ കൊണ്ട് ചോദ്യാണ് അതിന്റെ ചുണ്ട് കൊക്ക് അല്ലെ പക്ഷിയുടെ കൊക്കാണ് ചുണ്ട് അല്ലെ ചുണ്ടുകളെ കൊണ്ട് എന്ത് ചെയ്യുന്നു അതിന്റെ ഓരോ തൂവലുകൾ എന്ത് ചെയ്യുന്നു ശക്തിയായി പറിച്ചിട്ട് എന്ന് വളരെ പ്രയാസപ്പെട്ട് അത് പറിച്ചു പക്ഷെ എന്താണ് എന്നാലും അത് എല്ലാം സഹിക്കാൻ തയ്യാറായി എന്താണ് അതായത് അതിന് വായിൽ പക്ഷിക്ക് വായിൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ ടേസ്റ്റ് ദീപകം ദബാക്കാൻ അതെന്തായിരുന്നു ഇതെല്ലാം സഹിച്ചുകൊണ്ട് എന്തായിരുന്നു വായിൽ ചിതലും വെച്ചിട്ട് എന്താ ഉയരങ്ങളിലേക്ക് പറന്നുപോയി അപ്പൊ അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ തൂവലൊന്നല്ല അല്ലെ പക്ഷിയെ സംബന്ധിച്ച് തൂവലില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇല്ല അല്ലെ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഒരു കൈയില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെ നമ്മളെന്താണ് പറക്കുന്ന ജീവികൾ നടക്കുന്ന ജീവികളാണ് അല്ലെ പക്ഷിയെ സംബന്ധിച്ച് തൂവല് വേണം പറക്കാൻ അല്ലെങ്കിൽ എന്താണ് പറക്കാതെ ചാടി നിന്നാൽ അതിന്റെ ജീവൻ കിട്ടുമോ അല്ലെ വല്ല മൃഗങ്ങൾ വന്നിട്ട് വേട്ടയാടി കഴിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ സംബന്ധിച്ച് ആവശ്യമാണില്ല അപ്പൊ അതെന്താണ് ഒരു താൽക്കാലിക ടേസ്റ്റ് വേണ്ടിയിട്ട് ഇത് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തണല്ലേ ഇന്ന് നമ്മളൊക്കെ എങ്ങനെയല്ലേ വലിയ പരസ്യങ്ങളുടെ പിന്നാലെ ഓടിപ്പോവാണ് അല്ലേ അത് കണ്ട് അത് കഴിച്ചാൽ ഒരു ഫുഡിന്റെ പരസ്യമാണെങ്കിൽ അത് കഴിച്ചാൽ എത്രത്തോളം നമുക്ക് ശരീരത്തിന് കേടാവെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു നിശ്ചിത സമയത്തെ ടേസ്റ്റ് മാത്രം ഉദ്ദേശിക്കുന്നു ഇവിടെയും പക്ഷിക്ക് അതാണ് സംഭവിക്കുക നമുക്ക് പയ്യെ കഥയിലോട്ട് ഇനി വരുമ്പോൾ മനസ്സിലാവും ഓക്കെ ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ നന്നായിട്ട് ഈ പാഠഭാഗം വായിക്കുക വളരെ രസകരമായിട്ടുള്ള പാഠമാണ് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് വായിക്കുക അതുപോലെ ഞാൻ പറഞ്ഞ ടിവിയിലെ ആ വർക്കുകൾ ചെയ്യുക മീനിങ്ങുകൾ ചെയ്യുക അതാണ് നിങ്ങളുടെ അസൈൻമെന്റ് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക അയച്ചു തരിക വളരെ കുറഞ്ഞ ആളുകൾ മാത്രം സെൻഡ് ചെയ്ത് എന്നോട് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു സമയം പിടിക്കപ്പെടും അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ തുടക്കത്തിൽ എഴുതിക്കോളൂ അല്ലെങ്കിൽ ഇനി സ്കൂളൊക്കെ തുറന്നു വരുമ്പോൾ ഭയങ്കര ബേഡനാവും നന്നായിട്ട് കുമിഞ്ഞു കൂടി കഴിഞ്ഞാൽ അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക മനസ്സിലാക്കുക ഓക്കെ ധന്യവാദം